ചോദ്യം നമ്പർ 151 ശ്രീ കെ.യു. ജനീഷ് കുമാർ, ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, 1994 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവയവ കൈമാറ്റ നിയമം അടിസ്ഥാനമാക്കി 2012 സംസ്ഥാനത്ത് തുടക്കം കുറിച്ച മരണാനന്തര അവയവദാന പദ്ധതിയാണ് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് മൃതസഞ്ജീവനി. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു മൃതസഞ്ജീവനി പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യ അവയവങ്ങളുടെയും ടിഷ്യൂകളുടെയും നീക്കം ചെയ്യൽ, സംഭരണം, മാറ്റിവെക്കൽ എന്നിവ നിയന്ത്രിക്കുന്നതിനും ഇവയിലെ വാണിജ്യ ഇടപാടുകൾ തടയുന്നതിനുമായി പുറപ്പെടുവിച്ച 2014 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂസ് റൂൾസിലെ ചട്ടം 31 പ്രകാരം സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനായി പ്രവർത്തിക്കുന്നതിനും നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിന്റെ നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ ഡിസീസ്ഡ് ഡോണർ മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം എന്ന പദ്ധതിയുടെ നടത്തിപ്പിനും അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ഒരു കുടക്കീഴിലാക്കുന്നതിനും വേണ്ടിയാണ് 2021 കേസോട്ടോ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചത്. കേസോട്ടോയുടെ പ്രധാന പ്രവർത്തനങ്ങൾ താഴെ പറയുന്നവയാണ്. മരണാനന്തര അവയവദാന ക്യാമ്പയിനുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുക, ട്രാൻസ്പ്ലാന്റ് സെന്ററുകളിൽ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ലൈസൻസ് നൽകുക, മരണാനന്തര അവയവദാനങ്ങൾ ഏകോപിപ്പിക്കുകയും അതുവഴി അവയവങ്ങൾ മരണാനന്തരം രോഗികൾക്ക് ദാനം ചെയ്യുകയും ചെയ്യുക, തോട്ട് ആക്ട് പ്രകാരം അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ ഓഫീസായി പ്രവർത്തിക്കുക, സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ സഹായത്തോടെ ആവശ്യമെങ്കിൽ അവയവങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് ഹെലികോപ്റ്റർ സംവിധാനം ഒരുക്കുക, മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്കായി ട്രെയിനിംഗ് സംഘടിപ്പിക്കുക, ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റി അംഗങ്ങൾക്ക് ട്രെയിനിംഗ് നൽകുക, ബ്രെയിൻ സ്റ്റം ഡെത്ത് സർട്ടിഫിക്കേഷന് വേണ്ടി ഡോക്ടർമാരെ എംപാനൽ ചെയ്യുന്നതിനുള്ള ട്രെയിനിംഗ് നടത്തുക, മരണാനന്തര അവയവദാനം ഏകോപിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഒരു റെഗുലേറ്ററി ഏകോപന സമിതി എന്ന നിലയിൽ അവയവദാന പ്രവർത്തനങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക, ക്രമക്കേടുകൾ പരിശോധിച്ച് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളുക, ലൈവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സംബന്ധിച്ച വിഷയത്തിൽ ആരോഗ്യ അധികാരികളുമായി സഹകരിച്ച് പതിവ് ഓഡിറ്റുകളും പരിശോധനയും ഉൾപ്പെടെയുള്ളവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അംഗീകാരം നൽകുന്നതിനുള്ള പ്രോട്ടോക്കോളുകൾ കാര്യക്ഷമമാക്കുക, പ്രവർത്തനങ്ങളിലെ പൂർണ്ണ സുതാര്യത ഉറപ്പുവരുത്തുക, പൊതുജനങ്ങളിൽ വെബ്സൈറ്റിലൂടെയും മീഡിയയിലൂടെയും അവ എത്തിക്കുക, അവയവദാനവും മാറ്റിവെക്കലും നിലവിലുള്ള പ്രോട്ടോക്കോളുകൾ പാലിച്ചാണോ എന്നത് ഉറപ്പാക്കുക, പേഷ്യന്റ് രജിസ്ട്രേഷൻ, അവയവവിന്യാസം തുടങ്ങിയ അവയവദാനം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഒറ്റ ക്ലിക്കിൽ ലഭ്യമാക്കുന്നതിനായി NICയുടെ സഹായത്തോടെ www.kesoto.kerala.gov.in എന്ന വെബ്സൈറ്റ് കേസോട്ടോ 2023 ജൂണിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് വഴി മരണാനന്തര അവയവദാന സമ്മതപത്രം സമർപ്പിക്കാവുന്നതാണ്. അവയവമാറ്റ ശസ്ത്രക്രിയാനന്തര ഓഡിറ്റ് കേസോട്ടോയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. കേസോട്ടോയുടെ അനുദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നയപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം നിർവഹിക്കുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി അധ്യക്ഷയായ ഗവേണിംഗ് ബോഡിയും നിലവിലുണ്ട്. സർ, വിവരം അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ഡിയും ഇയും ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 1994, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് റൂൾസ് 2014, 19/11/2010 സർക്കാർ ഉത്തരവ് എന്നിവ പ്രകാരമാണ് ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള അവയവമാറ്റം നടക്കുന്നത്. ബന്ധുവേതര അവയവദാനത്തിൽ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റി അവയവദാതാവും സ്വീകർത്താവും തമ്മിൽ പണമിടപാട് നടന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും കഴിഞ്ഞ 3 വർഷത്തെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാറുണ്ട്. കൂടാതെ അവർ തമ്മിലുള്ള അവയവമാറ്റത്തിൽ പണമിടപാടുകൾ ഒന്നുമില്ല എന്ന് സംയുക്ത അപേക്ഷയിൽ പറയുന്നത് പോലെയുള്ള ബന്ധം അവർ തമ്മിൽ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനും ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽ നിന്നോ ജനപ്രതിനിധികളിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റും പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ബന്ധുവേതര അവയവദാനത്തിൽ ദാതാവും സ്വീകർത്താവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു സാക്ഷ്യപത്രം എന്ന നിലയിലാണ് ജനപ്രതിനിധികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കമ്മിറ്റി പരിഗണിക്കുന്നത്. ഇതിനു പുറമെ അവയവദാതാവിനെയും സ്വീകർത്താവിനെയും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയും കമ്മിറ്റി നേരിൽ കേൾക്കുകയും പണമിടപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ജീവകാരുണ്യപരമായ കാരണങ്ങളാലാണ് അവയവദാനം എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അവയവദാന ശസ്ത്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സങ്കീർണതകളെയും അവയവദാനത്തിന് ശേഷം പുലർത്തേണ്ട ജീവിതശൈലി എന്നിവയെക്കുറിച്ചും ദാതാവിനെയും അവരുടെ അടുത്ത ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തുന്നതാണ്. കൂടാതെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമെങ്കിൽ പുനഃപരിശോധന നടത്തുന്നതിനും വേണ്ടി കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളും അഭിമുഖങ്ങളും വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഇപ്രകാരം സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷമാണ് കമ്മിറ്റി ശസ്ത്രക്രിയയ്ക്ക് അനുവാദം നൽകുന്നത്. ശ്രീ കെ.യു. ജനീഷ് കുമാർ. സർ, കേസോട്ടോ രൂപീകരിച്ചതിന് ശേഷം
അവയവദാന രംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാൻ കഴിയും? യെസ് മിനിസ്റ്റർ. സർ, 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരം അതിലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് 2014 ആ ചട്ടങ്ങൾക്കനുസൃതമായിട്ട് ഓരോ സംസ്ഥാനത്തും ഒരു ഓർഗനൈസേഷൻ, ദേശീയ തലത്തിലുള്ള ഓർഗനൈസേഷന് സമാന്തരമായിട്ട് ഉണ്ടാകണം എന്നുള്ള ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് കേസോട്ടോ രൂപീകരിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സർ കേസോട്ടോ രൂപീകരിക്കുന്നത്. 95 ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസോട്ടോ രൂപീകൃതമായതിനു ശേഷം അതിനു മുൻപുണ്ടായിരുന്ന കേനോസ് ആണ്, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് ആണ്. അത് മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ആശുപത്രികളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ നിലവിൽ കേസോട്ടോ നിലവിൽ സംസ്ഥാനത്തെ അവയവമാറ്റ പ്രക്രിയയിൽ പ്രത്യേകമായി മരണാനന്തര അവയവദാനം, അതോടൊപ്പം തന്നെ ലൈവ് ഡോണേഴ്സിൽ നിന്ന് അവയവങ്ങൾ ദാനം ചെയ്യുമ്പോഴുള്ള ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. കേസോട്ടോ നിലവിൽ വന്നതിന് ശേഷം സർ, ട്രാൻസ്പ്ലാന്റുകൾക്ക് സമയബന്ധിതമായി ആ സെന്ററുകൾക്ക് ഇൻസ്പെക്ഷൻ നടത്തി ലൈസൻസ് കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ 49 ട്രാൻസ്പ്ലാന്റ് സെന്ററുകളാണ് ഉള്ളത്. ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ 2023 ജൂൺ മാസത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. സാർ, ദേശീയ തലത്തിൽ ഇപ്പോഴും ഇതിനൊരു രജിസ്ട്രി ഇല്ല, എന്നാൽ സംസ്ഥാനത്ത് നമുക്കതിനൊരു രജിസ്ട്രി ഉണ്ട്. ഈ നെറ്റ്വർക്ക്, ഈ വെബ്സൈറ്റിൽ അത് പബ്ലിക് ഫ്രണ്ട്ലി ആയിട്ടും പൊതുജനങ്ങൾക്ക് കാണത്തക്ക നിലയിലുള്ള വിവരങ്ങൾ അവിടെയുണ്ട്. എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, എന്താണ് ഡൊണേഷൻ, അതിന്റെ നിയമങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അതൊരു പബ്ലിക് ഇന്റർഫേസ് ആണ്. അതുകൂടാതെ ആശുപത്രികളിലേക്ക് രോഗികൾക്ക് ആശുപത്രിയുടെ ലോഗിനിലേക്ക് അതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അവരുടെ വിവരങ്ങൾ എൻട്രി ചെയ്യാനായിട്ട് കഴിയും. സർ, എല്ലാ ആശുപത്രികളും ലൈസൻസ് എടുക്കുന്നു, ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ 49 ആശുപത്രികളും നിലവിൽ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർ, ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തുടർന്നും പോരുന്നുണ്ട്. അതിൽ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിയാണ് ബന്ധുവേതര അവയവദാനത്തിന് അംഗീകാരം നൽകേണ്ടത്. അപ്പോൾ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിക്ക് ട്രെയിനിങ് സംഘടിപ്പിക്കുക, മസ്തിഷ്ക മരണ സ്ഥിരീകരണത്തിനായി ഡോക്ടർമാരെ പരിശീലിപ്പിക്കുക, ട്രാൻസ്പ്ലാന്റ് ഡോക്ടർമാർക്ക് ട്രെയിനിങ് സംഘടിപ്പിക്കുക തുടങ്ങിയവയും കേസോട്ടോ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. സർ, അതുകൂടാതെ കേസോട്ടോ സമയബന്ധിതമായി ഓഡിറ്റിംഗ് കൂടി സംഘടിപ്പിക്കാറുണ്ട്. മരണാനന്തര അവയവദാന ക്യാമ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു. ഈ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ അവയവദാന സമ്മതപത്രം അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. കേരളത്തിൽ മരണാനന്തര അവയവദാനം ഏകോപിപ്പിക്കുന്നതിനും അതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിയമം അനുശാസിക്കുന്ന നിലയിൽ മരണാനന്തര അവയവദാനത്തിനൊപ്പം മറ്റ് ലിവിംഗ് ഡോണറിൽ നിന്നുള്ള അവയവദാനം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമാണ് ഇപ്പോൾ കേസോട്ടോ ശ്രമിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ അവയവദാന രംഗത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം തെറ്റിദ്ധാരണകളും അജ്ഞതകളുമൊക്കെ നിലനിൽപ്പുണ്ട്. ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണം കേസോട്ടോയുടെ പ്രവർത്തനത്തിന്റെ പരിധിയിലുണ്ടോ? അത് അതിന്റെ ഭാഗമായി നടത്താൻ കഴിയുമോ? ബോധവൽക്കരണം. യെസ് മിനിസ്റ്റർ. സർ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. കാരണം ഈ സമീപകാലത്ത് ഈ മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. സർ, വളരെ കരുതലോടെയും സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും നമ്മൾ ഇടപെടേണ്ട ഒരു മേഖലയാണിത്. കാരണം ഈ മരണാനന്തര അവയവദാനം സംബന്ധിച്ച് വാസ്തവത്തിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇപ്പോൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ചികിത്സിക്കുന്ന ഡോക്ടറും ആശുപത്രിയുടെ സൂപ്രണ്ടും അവിടുത്തെ ന്യൂറോളജിസ്റ്റും, പിന്നെ കേരളം പ്രത്യേകമായിട്ട് ഇതിലൊരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സർ. അതായത് എംപാനൽ ചെയ്ത ഡോക്ടർ, ആ ഡോക്ടർ ഈ ആശുപത്രിയിലുള്ള ഒരാളാകരുത്, പുറത്തു നിന്നുള്ള ഒരു ഡോക്ടർ. അങ്ങനെ ഇവരടങ്ങുന്ന സംഘമാണ് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടതിന് നിയമം അനുശാസിക്കുന്ന നിലയിൽ തന്നെ സർ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതായത് 6 മണിക്കൂർ ഇടവിട്ടുകൊണ്ട് ഈ പരിശോധന നടത്തണം. ബ്രെയിൻ സ്റ്റെം ഡെത്ത് ആണോ എന്നുള്ളത് പരിശോധിക്കണം. അത് മാത്രമല്ല ഈ പ്രോസസ്സ് മുഴുവൻ വീഡിയോ റെക്കോർഡും ചെയ്യണം. അപ്പം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യവഹാരങ്ങൾ ഉൾപ്പെടെയുള്ളവ മരണാനന്തര അവയവദാനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ ഏതാനും മിനിറ്റുകൾക്കകം ആ മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നിശ്ചലമാകും. അപ്പോൾ അങ്ങനെയുള്ള ശരീരത്തിൽ നിന്ന് കാർഡിയാക് അറസ്റ്റിന് ശേഷം നമ്മൾ അവയവം മാറ്റുന്നതിന് കഴിയുകയില്ല, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നതിന് കഴിയുകയില്ല.
അതേസമയം ബ്രെയിൻ ഡെത്ത് ഉണ്ടായാൽ ബ്രെയിനിന്റെ ആ ഒരു ബ്രെയിൻ ചലനരഹിതമാകുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുകയും അതേസമയം മറ്റവയവങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വൈദ്യശാസ്ത്രം ശാസ്ത്രലോകം അംഗീകരിച്ച ഈ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മളൊരു കണക്കെടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനങ്ങളിൽ 10% താഴെ മാത്രമേ മരണാനന്തര അവയവദാനമുള്ളൂ. ബാക്കിയെല്ലാം അല്ലാതെയാണ്, ലിവിംഗ് ഡോണേഴ്സിൽ നിന്നാണ് ഈ അവയവദാനം നടക്കുന്നത്. സർ, അതുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു ബോധവൽക്കരണ പ്രവർത്തനം ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഈ മേഖലയിൽ സംസ്ഥാന സർക്കാർ കേസോട്ടോയിലൂടെ നടത്തുന്നു. ശ്രീ കെ പി കുഞ്ഞമ്മദ് മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എം വിജിൻ. രോഗികൾക്കും ആശുപത്രികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വിവരങ്ങൾ ലഭിക്കുന്നതിനും ഈ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും സഹായമാകുന്ന രീതിയിൽ അവയവദാന പദ്ധതിയുടെ നടത്തിപ്പ് മേൽനോട്ടം നിർവഹിക്കുന്ന കേസോട്ടോ വെബ്സൈറ്റ് പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമോ? സർ, ബഹുമാന്യനായ അംഗം ഉന്നയിച്ച ഒരു വിഷയം, നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ വെബ്സൈറ്റിൽ ദൃശ്യമാക്കിയിട്ടുണ്ട്. 2023 ജൂൺ മാസത്തിലാണ് ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിലവിലൊരു പബ്ലിക് ഇന്റർഫേസ് ഉണ്ട്, പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന നിലയിലുള്ള കാര്യങ്ങൾ, അത് നിയമം ഉൾപ്പെടെ അതുപോലെ ഈ ചട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള നിയമപരമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിന് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള സാങ്കേതിക പിന്തുണയും ഈ വെബ്സൈറ്റിലുണ്ട്. സർ, കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. നമുക്ക് രാജ്യത്ത് ഇപ്പോൾ നോട്ടയുമായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിലുള്ള ഒന്നില്ല, നമുക്ക് കേരളത്തിനാണ് രജിസ്ട്രി ഉള്ളത്. ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ തുടർച്ചയായി നടത്തുന്നുണ്ട്. സർ, ശ്രീ പി പി സുമോദ്. സർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മസ്തിഷ്ക മരണങ്ങൾ ഏറി വരികയാണ്. പലപ്പോഴും വാഹനാപകടങ്ങളിലെല്ലാം ഉണ്ടാകുന്നത് മസ്തിഷ്ക മരണങ്ങളാണ്. സർ, എൻ്റെ ചോദ്യം, മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യുന്നതിന് പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. സർ, ഞാൻ പറഞ്ഞു, അവയവദാന പ്രക്രിയ രാജ്യത്ത് നടക്കുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 1994 ആക്ടിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് 2014 ആ ചട്ടങ്ങൾക്കനുസൃതമായിട്ടാണ് രാജ്യത്ത് എവിടെയും ട്രാൻസ്പ്ലാന്റേഷൻ നടപടികൾ നടക്കുന്നത്. അതിൽ തന്നെ മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതിൽ ഈ ചട്ടങ്ങളിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സർ, എങ്ങനെയാണ് മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, ഞാനത് ആവർത്തിക്കുന്നില്ല. അതിൽ കേരളം കൊണ്ടുവന്ന ഒരു മാനദണ്ഡമാണ് ആ ഹോസ്പിറ്റലിന് പുറത്തുള്ള ഒരാൾ, ഒരു ഡോക്ടർ എംപാനൽഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആ സംഘത്തിൽ ഉണ്ടാകണമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ മുഴുവൻ പ്രൊസീഡിങ്സും വീഡിയോ റെക്കോർഡിംഗ് നടത്തണം. കാരണം പിന്നീടൊരു ലീഗൽ ഇഷ്യൂ ഉണ്ടായാൽ ഇത് പരിശോധിക്കുന്നതിനും ഈ വീഡിയോ റെക്കോർഡിംഗിൽ തന്നെ ഇത് സ്വാഭാവികമായിട്ടുള്ള മസ്തിഷ്ക മരണമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിനും അത് തെളിയിക്കുന്നതിനും ഈ വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ളവ ആവശ്യമാണ്. 6 മണിക്കൂർ ഇടവിട്ട് 2 പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ തീർച്ചയായിട്ടും രോഗിയുടെ ആ പേഷ്യന്റിന്റെ ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ള സമ്മതപത്രം, അതും ഈ ചട്ടം അനുശാസിക്കുന്ന ഫോമിനകത്ത് തന്നെ, നിശ്ചിത ഫോമിനകത്ത് തന്നെ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആ ഫോമിനകത്ത് അവരുടെ കൺസെന്റും ആവശ്യമാണ്. പൂർണ്ണമായിട്ടും ചട്ടങ്ങളുടെ, ദേശീയ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എൻ കെ അക്ബർ. ഓട്ടിസം ബാധിച്ച മകനെ നോക്കുന്ന ഒരു മാതാവ് ഗുരുതരമായ വൃക്കരോഗത്തെ നേരിടുന്നു. വൃക്ക മാറ്റിവെക്കാതെ ഈ മാതാവിന്റെ ജീവൻ രക്ഷിക്കാനാകില്ല. എന്നാൽ ഡോണർ ബന്ധുവല്ല എന്നതിന്റെ പേരിൽ ഇവരുടെ അപേക്ഷ നിരസിച്ചിരിക്കുകയാണ്. ഇത്തരം കേസുകൾക്ക് പ്രത്യേക പരിഗണന നൽകുമോ? സംസ്ഥാനത്ത് വിവിധ അവയവങ്ങൾക്കായി എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്? സർ, 2 തരത്തിലുള്ള അവയവദാനമാണ്. ഒന്ന് കഡാവർ ട്രാൻസ്പ്ലാന്റ് ആണ്, അതായത് മരണാനന്തര അവയവദാനം. 2 ലൈവ് ഡോണറിൽ നിന്നുള്ള അവയവദാനം. അതിൽ ലിവിംഗ് ഡോണറിൽ നിന്നുള്ള അവയവദാനം തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ബന്ധുക്കൾ, 2 ബന്ധുവേതര അവയവദാനം. ബന്ധുക്കൾ എന്ന കാറ്റഗറിയിൽ വരുന്നത് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മകൻ, മകൾ, മുത്തശ്ശൻ, മുത്തശ്ശി എന്നിവരാണ് ബന്ധുക്കൾ എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഫസ്റ്റ് കസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ പിതാവോ അല്ലെ ഭർത്താവിന്റെ പിതാവോ മാതാവോ ആണെങ്കിലും അത് ബന്ധുവേതരത്തിൽ മാത്രമാണ് നിയമപരമായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. സർ, ബന്ധുവേതര അവയവദാനത്തിന് അനുമതി നൽകുന്നത് ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയാണ്, DLAC ആണ്. ആ DLACകൾ ഓരോ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ DLACയിൽ ആ കോളേജിന്റെ പ്രിൻസിപ്പൽ,
അതുകൂടാതെ ഫോറൻസിക് വിഭാഗത്തിന്റെ HOD, സമൂഹത്തിൽ അതായത് ഒരു പ്രത്യേകിച്ച് വനിതകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാകും. അങ്ങനെ ഒരു 4-5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. DHSന്റെ പ്രതിനിധി ഉണ്ടാകും. അങ്ങനെ 4-5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് DLAC. സർ, ഇതിൽ ഉള്ള കാര്യം ബഹുമാന്യനായിട്ടുള്ള അംഗം ഇവിടെ സൂചിപ്പിച്ചത് ഒരു പ്രത്യേക വിഷയമാണ്. ഈ DLAC ആണ് മുന്നിൽ വരുന്നത്. അതായത് ബന്ധുവേതര അവയവദാനത്തിൽ പണമിടപാടുകളില്ല എന്നുള്ളതും അതിൽ ചൂഷണമില്ല എന്നുള്ളതും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രോസസ് ഉണ്ട്. ഒട്ടനേകം രേഖകൾ ഹാജരാക്കണം, അതിന് സർട്ടിഫിക്കേഷൻ വേണം. സാർ, DLAC ആണ് ഇക്കാര്യം തീരുമാനിക്കുക. അപ്പോൾ DLAC റിജക്റ്റ് ചെയ്താൽ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ റെസിപ്പിന്റ് ആയിട്ടുള്ള വ്യക്തിക്കും കുടുംബത്തിനും ഉണ്ട്. ആ അപ്പീലും റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ നിലവിലെ സാഹചര്യത്തിൽ അവയവദാനം നടക്കില്ല എന്നുള്ളതാണ്. സർ, DLACയുടെ കർത്തവ്യം പണമിടപാട് നടക്കുന്നില്ല എന്നുള്ളതും പറഞ്ഞതുപോലെ ചൂഷണം നടക്കുന്നില്ല എന്നുള്ളതും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിൽ DLAC അനുവാദം നിഷേധിച്ചു എന്നുള്ളതാണ് ബഹുമാനായ അംഗം ഇവിടെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഈ DLACയുടെ പ്രോസസ് എല്ലാം തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ്. അതെന്താണ് എന്നുള്ളത് പരിശോധിച്ചു നോക്കാം. സർ, ശ്രീ ചന്ദ്രശേഖരൻ. സർ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ വിഷയം വരുമ്പോൾ അത് നൽകുന്നവർ ഡോണറാണോ സ്വീകരിക്കുന്നവരാണോ? ആ നൽകുന്നവരോ എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളുടെ സർട്ടിഫിക്കറ്റിനായി ആളുകൾ വരികയാണ്. ഡോണർ ഏതെങ്കിലും ഒരു പ്രദേശത്തായിരിക്കും. എന്നാൽ അത് ഈ പറയുന്ന കിഡ്നി സ്വീകരിക്കേണ്ടയാൾ ഒരു നിയോജക മണ്ഡലത്തിൽ, ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ, സ്വീകരിക്കുന്ന ആളെക്കുറിച്ച് ഇവരെ എനിക്കറിയാം, അത് പറയാം. ഡോണറെക്കുറിച്ച് പറയാൻ കഴിയില്ല. പലപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് ജനപ്രതിനിധികളെ സമീപിക്കുന്ന ആളുകൾ അവരെ കൂടി അറിയുമെന്ന് പറയുമ്പോൾ ഇതിനിടയിൽ ഇടത്തട്ടുകാരായ ആളുകൾ സ്വീകരിക്കുന്ന നടപടികളും അതിൽ നടക്കുന്ന ചൂഷണവും ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഡോണറുള്ള മണ്ഡലത്തിലെ MLA അല്ലേ അല്ലെങ്കിൽ ജനപ്രതിനിധിയല്ലേ ഡോണറെക്കുറിച്ച് പറയേണ്ടത്? അതല്ലാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ വിഷയങ്ങൾ നേരിടുകയാണ്. സർ, അതുപോലെ ഈ ഒരു അവയവം നൽകുന്നതിന് വേണ്ടിയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആള് അവയവം മാറ്റുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവരുടെ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെയുള്ളത് തിരിച്ചു കൊടുക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ടോ? സർ, ബഹുമാന്യനായ അംഗം ഇവിടെ സൂചിപ്പിച്ച ആദ്യത്തെ കാര്യം എല്ലാ ജനപ്രതിനിധികളും നേരിടുന്ന ഒരു വിഷയമാണ്. വാസ്തവത്തിൽ ഈ നിയമത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ടിൻ്റെ ചട്ടങ്ങളിൽ MLA മാരെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ തുടർന്നു പോകുന്നൊരു അതിനൊരു കാരണമുണ്ട് സർ. അതായത് ഈ ഡോണറും റെസിപ്പിയന്റും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതും ഇവരെ നേരിട്ടറിയാമെന്നുള്ളതും പണമിടപാടില്ല എന്നുള്ളതാണ് DLAC പരിശോധിക്കുന്നത്. അതിൽ പലപ്പോഴും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എല്ലാ ജനപ്രതിനിധികൾക്കും. അതുകൊണ്ടിപ്പോൾ നിയമപരമായി അത് ജനപ്രതിനിധികളെ ഒഴിവാക്കിക്കൊണ്ട്, MLA മാരെ ഒഴിവാക്കിക്കൊണ്ട് അല്ലാതൊരു സംവിധാനത്തിൽ അത് സർട്ടിഫൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർ കേസോട്ടോ ഇങ്ങനെയുള്ള അവയവദാനത്തിൽ ഏതാണ്ട് 13 മുതൽ 15 രേഖകൾ വരെ ഹാജരാക്കണം. അപ്പോൾ ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് ആധാർ കാർഡ് വേണം, ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസിന്റെ രേഖകൾ വേണം, റേഷൻ കാർഡ് വേണം. അപ്പോൾ ഒരു സിംഗിൾ ഐഡന്റിറ്റി കാർഡായിട്ട് അത് ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നതിനാണ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കത് പരിശോധിക്കാൻ കഴിയില്ല. നമ്മുടെ മണ്ഡലത്തിൽ ഒരാളായിരിക്കും വന്ന് രോഗത്തിന്റെ മൂർച്ഛിച്ച അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് തടസ്സം പറഞ്ഞാൽ കുഴപ്പമായി പോകും എന്നുള്ള ഒരു സങ്കോചവും ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി അല്ലാതെ ഒരു നിശ്ചിത രീതിയിൽ മാനദണ്ഡത്തിൽ അത് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കും സർ. അതോടൊപ്പം രണ്ടാമത്തെ ചോദ്യം ഞാൻ മറന്നു. പൈസ അത് തീർച്ചയായിട്ടും പരിഗണിക്കും സർ. കാരണം മരിക്കുന്ന സമയം അവയവം ദാനം ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ മരണ സമയം സംബന്ധിച്ച് മുൻകൂട്ടി അറിയുക, അല്ലെങ്കിൽ അത്രയും രോഗം മൂർച്ഛിച്ച അവസ്ഥയോ അത് മുൻകൂട്ടി അറിയുമ്പോൾ മാത്രമേ അവയവം ദാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ അതേ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് അത് ആലോചിക്കുന്നതാണ് സർ. ശ്രീ രമേശ് ചെന്നിത്തല. സർ, ലിവിംഗ് ഡോണറിൽ നിന്ന് അവയവം സ്വീകരിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. സംസ്ഥാനത്തിന് പുറത്തും വളരെ ശക്തമായ മാഫിയകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ഹോസ്പിറ്റൽ മാഫിയ എന്നിവ ചേർന്ന് പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യവും സാമ്പത്തിക ക്ലേശവും മുതലെടുത്തുകൊണ്ട് കിഡ്നി ഉൾപ്പെടെയുള്ള കരള് തുടങ്ങിയിട്ടുള്ള അവയവങ്ങൾ മാറ്റിവെക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് ശക്തമായി നേരിടാനും
അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് എന്തെല്ലാം ശക്തമായ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? യെസ് മിനിസ്റ്റർ. സർ, ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസോട്ടോ സംസ്ഥാനത്ത് രൂപീകൃതമായിരിക്കുന്നത്. 2021 ഈ സൊസൈറ്റി നമ്മൾ രൂപീകരിച്ചത്. മരണാനന്തര അവയവദാനത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോഴും അതിൽ ഫോക്കസ് ചെയ്യുമ്പോഴും ട്രെയിനിങ്ങും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ ലിവിംഗ് ഡോണേഴ്സിൽ നിന്നുള്ള അവയവദാനം സംബന്ധിച്ച് അതിലൊരു ഓഡിറ്റിംഗ് നടത്താനാണ് കേസോട്ടോയ്ക്ക് കഴിയുക. അതായത് ഇപ്പോൾ നിലവിൽ നേരത്തെ മുൻപുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഓരോ ആശുപത്രിയിലും നടക്കുന്ന അവയവദാനത്തിന്റെ കണക്കുകൾ അവർ അപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്റേണലി ഒഫീഷ്യലി ഇത് നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയും. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം, ഇതിന്റെ ഇടനിലക്കാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ചൂഷണം ഒഴിവാക്കുക, ഇത് വാസ്തവത്തിൽ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയാണിത് നിശ്ചയിക്കുന്നത്. ഇത് കൊടുക്കണോ, ഇത് അനുവദിക്കണോ, ഈ ഡോണറിൽ നിന്ന് ഈ റെസിപ്പിന്റിന് ഇത് കൊടുക്കണോ, ഇവർ തമ്മിൽ ബന്ധമുണ്ട്, ഈ പറയുന്നത് ശരിയാണോ? സാർ, ഇത് ഈ DLACയുടെ മുൻപാകെ വരുമ്പോൾ ഒരു പണമിടപാടും ഇല്ല എന്നുള്ളതും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതുമാണ് ഇതുവരെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെയുള്ള ഒരു പരാതി ഔദ്യോഗികമായി കേസോട്ടോയ്ക്ക് മുൻപിൽ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സർ, തീർച്ചയായിട്ടും ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓഡിറ്റിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ആ ഓഡിറ്റിംഗ് ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ, അതോടൊപ്പം അവയവ മാറ്റം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ കൃത്യമായി ഈ 49 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഓഡിറ്റിംഗ് കേസോട്ടോ നടത്തുവാനായിട്ട് പറഞ്ഞവർ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള മനുഷ്യക്കടത്ത് സംബന്ധിച്ചൊക്കെ കാര്യങ്ങളിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സർ, സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിരവധിയായിട്ടുള്ള അവയവ മാറ്റിവെക്കൽ നടന്നിട്ടുണ്ട്. ഒരു പ്രശ്നം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ബന്ധുക്കളുടെ മാത്രമാണ് മാറ്റിവെക്കപ്പെടുന്ന സാഹചര്യം വരുന്നത്. ബന്ധുക്കൾ അല്ലാത്തവരുടെ മാറ്റിവെക്കാനുള്ളൊരു തടസ്സങ്ങൾ ഉണ്ടാവുന്നു. അത് ഗവൺമെന്റ് പരിശോധിച്ച് ആ തടസ്സങ്ങൾ മാറ്റി അത് നടത്താൻ ആവശ്യമായ നിലപാട് കൂടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. സർ, ഈ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അവിടെ ഇതുവരെ മരണാനന്തര അവയവദാനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇപ്പോൾ അതല്ലാതെ സർക്കാർ മേഖലയിൽ അവയവ മാറ്റം നടക്കുന്നത് തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടുമാണ്. സർ, ഇവിടെ സർക്കാർ മേഖലയിൽ കൂടുതലായിട്ട് അവയവ മാറ്റങ്ങൾ ഇപ്പോൾ വലിയ ഒരു ചിലവാണ് ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ട് വളരെ സങ്കീർണമായ ഭാരിച്ച സാമ്പത്തിക പ്രതിസന്ധി ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് സർ. അതുകൊണ്ടാണ് അവിടെ സർക്കാർ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. സർക്കാർ മേഖലയിൽ തന്നെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ജനകീയമായിട്ടുള്ള ഒരു ഇടപെടലാണ് സർ. ഈ മേഖലയിൽ അതായത് ഒരു 40-45 ലക്ഷം രൂപയൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ ഒന്നിച്ചെടുക്കാൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നൊരു സാഹചര്യം വരുമ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപ എവിടെ നിന്ന് കണ്ടെത്തും സർ? അതുകൊണ്ടാണ് അതിലേക്കൊരു ഇടപെടൽ നടത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് തന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് തുടങ്ങുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യത്തിൽ കൂടുതലായി ട്രാൻസ്പ്ലാന്റുകൾ സർക്കാർ ആശുപത്രികളിൽ നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ കൂടുതൽ നടക്കുന്നൊരു സംസ്ഥാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്നൊരു സംസ്ഥാനമാണ് കേരളം. ലിവറെ സംബന്ധിച്ച് കരൾ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സംസ്ഥാനമാണ് കേരളം. അതായത് ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഈ 2 രോഗങ്ങൾ കൂടുകയും അതൊരു പ്രത്യേക സ്ഥിതിയിലാകുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറെ നിവൃത്തിയില്ലാതാകും. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോഴുള്ള 2 വെല്ലുവിളി, ബന്ധുക്കളുടെ യോജിച്ചതല്ലെങ്കിൽ പുറത്തുനിന്ന് ഡോണറെ കിട്ടിയാൽ മതിയാവും. പക്ഷേ ഈ വാർത്തകളും ഇത്തരം കാര്യങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതോടുകൂടി കുറേ പൊടിപ്പും തൊങ്ങലുള്ള വാർത്തയുണ്ട്, കുറേ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു. വരുന്നതോടുകൂടി ഒരു ഡോണറെ കിട്ടാത്ത അവസ്ഥയിൽ ടെർമിനൽ സ്റ്റേജിലായിട്ട് പല രോഗികളും സംസ്ഥാനത്ത് നിൽക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണ്ടതാണ്. കാരണം ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലില്ല. ഡോണറെ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ കൂടി, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് കൂടി ഇതുപോലത്തെ ഒരു വിഷയം എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നം കൂടിയാണ്. സംസ്ഥാനത്ത് വ്യാപകമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഡോണർമാരെ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കൂടി, അപകടകരമായ ഒരവസ്ഥയിലേക്ക് കൂടി പോകുന്നുണ്ട് എന്ന കാര്യം കൂടി സർക്കാർ ഗൗരവമായി പരിഗണിക്കും. സർ, നമ്മൾ നേരിടുന്ന ഒരു ഗൗരവതരമായ വിഷയമാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ സംസ്ഥാനത്ത് കിഡ്നി മാറ്റിവെക്കുന്നതിനായി കാത്തിരിക്കുന്നത് 2265 ആളുകളാണ്.
ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കാത്തിരിക്കുന്നത് 408 അപ്പൊ നമ്മൾ കാണണം, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ കിഡ്നിയേക്കാൾ ഇപ്പൊ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് വെച്ചാൽ മണിക്കൂറുകൾക്കകം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റി ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വന്നാൽ മണിക്കൂറുകൾക്കകം കമ്മിറ്റി ചേർന്ന് തീരുമാനം എടുക്കണം എന്നാണ്. കാരണം രോഗിക്ക് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ അവിടെയാണ് 408 പേർ സംസ്ഥാനത്ത് അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി 71 പേർ, കൈ മാറ്റിവെക്കുന്നതിന് വേണ്ടി 11 പേർ, പാൻക്രിയാസിന് വേണ്ടി 10 പേർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടൽ 3 പേർ. സാർ, തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതിൻ്റെ മറ്റൊരു ഘട്ടമാണ്. വാസ്തവത്തിൽ ഈ ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കേസോട്ടോ ശ്രമിക്കുന്നത് ഈ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. സാർ, നമ്മളൊരു കണക്കെടുത്താൽ ഈ ഗണ്യമായിട്ടുള്ള കുറവ് മരണാനന്തര അവയവദാനത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ 5 വർഷങ്ങളിലായി ഗണ്യമായിട്ടുള്ള കുറവാണ്. 5 വർഷങ്ങളിൽ 96 മരണാനന്തര അവയവദാനങ്ങൾ മാത്രമാണ് സാർ കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇപ്പോഴുള്ള കണക്കാണ് ഞാൻ നേരത്തെ വായിച്ച 2000-ഉം 400-ഉം ഒക്കെ തന്നെ സാർ. അതുകൊണ്ട് തന്നെ ഇതിന് സമഗ്രമായിട്ടുള്ള പ്രോട്ടോക്കോളും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ. അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഈ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് സാർ, ചൂഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടലും നമുക്ക് ഒന്നിച്ചു തന്നെ ഈ കാര്യത്തിൽ സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനുള്ള പൊതുബോധം സൃഷ്ടിക്കുന്നതിനും നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കുകയും ചെയ്യാം. ചോദ്യം നമ്പർ 152 ശ്രീ കെ ബാബു നെന്മാറ, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള മരണാനന്തര അവയവദാനം എന്ന് നടന്ന സംസ്ഥാനമാണ് കേരളം. മരണാനന്തര അവയവദാനത്തിനായി സമഗ്രമായ പ്രോട്ടോക്കോളുകളും SOPയും തയ്യാറാക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. സർ, മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നതിനും മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ശേഷം അവയവദാനം തിരഞ്ഞെടുക്കാത്ത അവസരങ്ങളിൽ രോഗികൾക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് നിർത്തിവെക്കുന്നതിനുമുള്ള മാതൃകാപരമായ ഉത്തരവ് നടപ്പിലാക്കിയ സംസ്ഥാനവുമാണ് കേരളം. പക്ഷേ സർ, 2016 ശേഷം പൊതുസമൂഹത്തിൽ ചില തെറ്റായ പ്രചരണങ്ങൾ ശക്തി പ്രാപിക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ അവയവദാനത്തെക്കുറിച്ച് ആശങ്ക ഇതുമൂലം ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്തു. ഇതിന്റെ ഫലമായി മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിൽ കുറവുണ്ടാകുകയും സർ, ടേബിൾ ചെയ്യാം. ശ്രീ കെ ബാബു നെന്മാറ. സർ, ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ, അതിനായി കേരള സർക്കാർ നൽകുന്ന ആരോഗ്യമദൻ പുരസ്കാരം തുടർച്ചയായി നമ്മുടെ സംസ്ഥാനമാണ് നേടുന്നത്. അതുമാത്രമല്ല സർ, കേന്ദ്ര സർക്കാർ ചികിത്സാ ധനസഹായത്തിനായി മാറ്റിവെക്കുന്ന പണത്തിൻ്റെ 10 മടങ്ങാണ് കേരള സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത്. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, സർക്കാർ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാക്കാം. സർ, തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടും അതുപോലെ ആലപ്പുഴയിലും നമുക്ക് നിലവിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് 10ാമത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും നടന്നു. സർ, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് സാർ. ഞാൻ നേരത്തെ പറഞ്ഞ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സങ്കീർണമാണ്, വലിയ ഭാരിച്ച ചെലവ് വരുന്നതാണ്. ഈ സർക്കാരിന്റെ കാലത്ത് നമുക്കത് ആരംഭിക്കാൻ കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 6ഉം 7ഉം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അത് മിക്കതും സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആരംഭിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് സാർ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നല്ല നിലയിൽ തന്നെ മരണാനന്തര അവയവദാനം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കോഴിക്കോട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സാർ, അതൊരു ജനകീയമായിട്ടുള്ള ഇടപെടലാണ്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിന് ജനങ്ങൾക്ക് സഹായമാകുന്ന ഒരു വലിയ പദ്ധതിയാണ് അത്. അതിന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ അതിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സർ, തിരുവനന്തപുരത്ത് കിഡ്നിയും ലിവറും, ആലപ്പുഴയിൽ കിഡ്നി, കോട്ടയത്ത് കിഡ്നി, അതുപോലെ ഹാർട്ട്, ലിവർ, അതുപോലെ കോർണിയ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് സാർ. കോഴിക്കോട് കിഡ്നി, എറണാകുളത്ത് GHൽ, അതും എടുത്തു പറയണം സാർ, രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാതല ആശുപത്രിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് കേരളത്തിലാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് സാർ. കഴിഞ്ഞ വർഷമാണ് ആ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. ഇപ്പോൾ അവിടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് എറണാകുളം GH അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. സാർ, 956 മുതൽ 80 വരെയുള്ള കാലത്ത് കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രവർത്തനമാണ് കേരള മോഡൽ. സാർ, ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന ആർദ്രം 1-2, പൊതുജന ആരോഗ്യ കേഡർ
പൊതുജന ആരോഗ്യ നിയമം 2023 സാർ തുടങ്ങിയവ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പുതിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള മറ്റൊരു കേരള മോഡലാവുകയാണ്. സാർ അഭിനന്ദിക്കുന്നു. സാർ അവയവദാന മേഖലയിൽ സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ നിലവിലെ പുരോഗതി വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സർ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റിന്റെ DPR തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നിലവിൽ ത്വക്ക് രോഗ ആശുപത്രി പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാവിധമായിട്ടുള്ള ട്രാൻസ്പ്ലാന്റുകളും അവിടെ നടത്തുക എന്നുള്ളതിനൊപ്പം തന്നെ ആ ട്രാൻസ്പ്ലാന്റിലേക്ക് എത്തുന്നതിന് മുൻപ് ട്രാൻസ്പ്ലാന്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആധുനിക നിലയിലുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതും ഒക്കെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യമാണ്. പരമപ്രധാനം സാർ, ഈ സർക്കാർ മേഖലയിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ കണക്കെടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്ഥാനത്ത് നടക്കുന്ന അവയവ മാറ്റങ്ങളിൽ സർക്കാർ മേഖലയിൽ ഒരു വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ സാർ നടക്കുന്നത്. ഭൂരിഭാഗവും സ്വകാര്യ മേഖലയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഇടപെടലാണ്, സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ്. അത് വളരെ വേഗം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ശ്രീ മമ്മിക്കുട്ടി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ CH കുഞ്ഞമ്പു. സർ, ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് കിഡ്നി, ലിവർ, മജ്ജ മാറ്റിവെക്കൽ പോലുള്ളതാണ്. ഇതിൽ ഇത്തരം പിന്നെ ഒരു പേഷ്യൻ്റെ കിഡ്നി മാറ്റിവെക്കണം, ബന്ധുക്കൾക്ക് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അവർ മറ്റൊരു ലിവിങ് ഡോണറുടെ അടുത്ത് പോകണം. അവർ ചോദിക്കുന്നത് ഭീമമായ സംഖ്യയാണ്. അതിന് ഏജന്റുമാരുമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ലിവിങ് ഡോണർ കൊടുക്കുന്നത് ഒഴിവാക്കിയാൽ ഈ രോഗിക്ക് അവയവം കിട്ടാതെ വരും. അത്തരം സന്ദർഭങ്ങളിൽ എന്ത് നടപടി, ഇപ്പോൾ DLAC എന്ത് നടപടിയാണ് അക്കാര്യത്തിലെടുക്കുക? ബന്ധുക്കൾ തന്നെ ആവണമെന്ന് നിർബന്ധിക്കാൻ കഴിയുന്നതാണോ? പിന്നെ മറ്റൊന്ന്, ചെറുപ്പക്കാർക്ക് മാറ്റിവെക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ആലോചിക്കാം. ഒരു ഘട്ടം പ്രായം കഴിഞ്ഞ 70, 80 ആയ ആളുകൾക്ക് മാറ്റിവെക്കുന്നത് സംബന്ധിച്ച് ആവശ്യമുണ്ടോ? അതൊന്ന് പരിശോധിച്ചൂടെ? ഇത് സംബന്ധിച്ച് ആവശ്യമായ പിന്നെ ഒരു ക്യാമ്പയിൻ അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ബോധവൽക്കരണ പ്രക്രിയ നടത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. സർ, ഈ ലിവിങ് ഡോണർ അവയവം നൽകുമ്പോൾ അതിൽ 2 രീതിയിലാണ് ബന്ധുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞു. ബന്ധുക്കളുടെ വിഭാഗത്തിൽ അച്ഛനും അമ്മയും മകനും മകളും സഹോദരനും സഹോദരിയും ഗ്രാൻഡ് മദറും മുത്തച്ഛനും മുത്തച്ഛിയാണ് വരുന്നത്. അതിനപ്പുറത്തുള്ള എല്ലാവരും ബന്ധുവേതരത്തിലാണ് വരുന്നത്. ഈ ബന്ധുക്കൾ കാറ്റഗറിയിൽ ഉള്ളവർക്ക് DLACയുടെ മുൻപാകെ വരണ്ട. ഏത് ആശുപത്രിയിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ആശുപത്രിക്ക് തന്നെ ആ ബന്ധുക്കളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മതിയാകും. പക്ഷെ ബന്ധുവേതര അവയവദാനം വരുമ്പോഴാണ് ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുൻപാകെ ഈ അപേക്ഷകൾ വരേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം, പണമിടപാട് ഇതിൽ ഒരു കാരണവശാലും നിയമപരമായിട്ട് അനുവദിക്കപ്പെടുന്നതല്ല. പണമിടപാട് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ്. ഏത് ആശുപത്രിയിലാണ് അങ്ങനെ പണമിടപാട് നടന്നതായിട്ടോ അല്ലെങ്കിൽ ഇടനിലക്കാർ ഉള്ളതായിട്ടോ തെളിഞ്ഞാൽ ആ ആശുപത്രിയുടെ ട്രാൻസ്പ്ലാന്റിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് ഈ നിയമം അത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സാർ. അതുകൊണ്ട് പണമിടപാടും ഇടനിലക്കാരും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്താൽ അതിനെതിരെയുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതുമാണ്. ഈ 80 വയസ്സ് 70 വയസ്സുള്ള സാർ, അത് വ്യക്തിയുടെ അവകാശമാണ്. അത് സംബന്ധിച്ച് ഒരു സർക്കാരിനും അത് പറയാനായിട്ട് കഴിയില്ല. അത് വ്യക്തിയുടെ അവകാശമാണ്. ഈ ലിവിങ് ഡോണർ ബന്ധുവേതരത്തിൽ DLAC പരമാവധി ഈ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് നിർവഹിക്കുന്നതിന് കൃത്യമായി അതിനു വേണ്ടിയിട്ടാണ് DLACകൾ ശ്രമിക്കുന്നത്. ശ്രീ MS അരുൺകുമാർ. സാർ, അവയവദാനം ഏറ്റവും മഹത്തായ പ്രവൃത്തിയാണ്. ഈ മേഖലയിൽ അവയവദാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും ആവശ്യമായ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഒപ്പം അവയവദാനം ചെയ്യുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും ആവശ്യമായ ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മിനിസ്റ്റർ. സർ, ഇത് കേസോട്ടോ വഴിയാണ് നിർവഹിക്കുന്നത്. കേസോട്ടോയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഈ ട്രെയിനിങ്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ മസ്തിഷ്ക മരണം ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ എംപാനൽ ചെയ്തിട്ടുണ്ട്. അവർക്കും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നൽകിയിട്ടാണ് കേസോട്ടോ ഈ എംപാനൽ ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരെ ഉത്തരവാദിത്വം ഫലമേൽപ്പിക്കുന്നത്. അതുകൂടാതെ ജനങ്ങളിൽ പൊതുവായിട്ടുള്ള അവബോധം സൃഷ്ടിക്കും. ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ
നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കേസോട്ടോയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെബ്സൈറ്റ് തന്നെ പരിശോധിച്ചാൽ കൃത്യമായി എങ്ങനെയാണ് അവയവദാനം, എങ്ങനെയാണ് നടത്തേണ്ടത്, അതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് ഉറപ്പാക്കുന്നതിന് വേണ്ടിയും അത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേസോട്ടോ നടത്തുന്നത്. ശ്രീ PV ശ്രീനിജൻ. സർ, അവയവദാനം ചൂഷണം ഇതിവൃത്തമാക്കി മലയാളത്തിലെ 2 സിനിമകൾ വന്നിട്ടുണ്ട്, നിർണയവും ജോസഫും. എൻ്റെ ചോദ്യം, ഈ അവയവദാനത്തിലെ ചൂഷണം സംബന്ധിച്ച് വന്ന പരാതിയിൽ മേൽ ഏതെങ്കിലും തരത്തിലുള്ള കൺവിക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കാം. ഇത് സംബന്ധിച്ചിട്ട് സർക്കാരിന്റെ മുന്നിൽ ഒരു പരാതിയായിട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. കേസോട്ടോയ്ക്ക് ഒരു പരാതി ലഭിച്ചിട്ടില്ല. എന്നാൽ ചില മാധ്യമ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട്, പല രീതിയിലുള്ള മാധ്യമ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഈ നിയമ അടിസ്ഥാനത്തിൽ കേസോട്ടോയ്ക്ക് ചെയ്യാൻ കഴിയും. കേസോട്ടോയാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ. കേസോട്ടോയ്ക്ക് നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ്. ആ ഓഡിറ്റിംഗ് ഈ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ട്. അപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നം, ഈ ഇടനിലക്കാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തികൾ തുറന്നു പറയാത്തിടത്തോളം കാലം നമുക്ക് അതിൽ നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിയില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഇതിൽ പരിശോധനകൾ നടത്തുന്നതിന്, ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട വാർത്തകളിന്മേൽ അതിൽ പരിശോധനകൾ നടത്തുന്നതിനുള്ള നിർദ്ദേശമാണ് കേസോട്ടോയ്ക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ പരിശോധന നടത്തി അതിൽ ഉള്ള ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും സർ. ഇതുവരെ കൺവിക്ഷൻ ഉണ്ടായിട്ടില്ല. ഡോക്ടർ KT ജലീൽ. സർ, അവയവദാനം മഹാദാനമാണ് സർ. പക്ഷേ ഈ രംഗത്തുള്ള സപ്ലൈയുടെ കുറവ് അവയവ മാഫിയ സംഘങ്ങൾ വളരുന്നതിന് വളരെ കൂടുതൽ ഹേതുവായിട്ടുണ്ട്. സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വരെ മറ്റുള്ളവരുടെ അവയവങ്ങൾ പണം കൊടുത്ത് വാങ്ങി വെക്കുക എന്നുള്ള ഒരു രീതിയും ശീലവുമാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ജീവിക്കണോ എന്ന് ഏറ്റവും അധികം തീരുമാനിക്കേണ്ടതും നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും നമ്മളുടെ കുടുംബക്കാരും നമ്മളുടെ ബന്ധുക്കളുമാണ്. അവർക്ക് നമ്മൾ ജീവിക്കേണ്ട എന്നുള്ളതാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ വിസമ്മതിക്കുന്നതിലൂടെ, പണം കൊടുത്ത് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി വെക്കുന്നതിലൂടെ പറയുന്നത്. അപ്പോൾ ഈ രംഗത്ത് വലിയൊരു ബോധവൽക്കരണം ആവശ്യമാണ് സാർ. പണ്ട് ബ്ലഡ് കൊടുക്കാൻ സ്വന്തക്കാർ തയ്യാറായിരുന്നില്ല. പിന്നെ വലിയ ബോധവൽക്കരണം ആ രംഗത്ത് വന്നപ്പോഴാണ് ആ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു ക്യാമ്പയിൻ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട്, അവയവദാനം നൽകിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടാകുമെങ്കിൽ അത് ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സഹിക്കുന്നുണ്ടല്ലോ. അതിന് പക്ഷെ അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ചൂഷണം ചെയ്യാൻ വേണ്ടി പാടില്ല. അതിന് ഒരു ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ അവയവദാനവുമായി ബന്ധപ്പെട്ട് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? ബഹുമാനായ അംഗം പങ്കുവച്ചത് നമ്മുടെ എല്ലാം ഒരു പൊതുവികാരമാണ്. കാരണം ഇതിലൊരു ഈ തെറ്റായ ധാരണകൾക്കും പ്രചരണങ്ങൾക്കും എതിരെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ, ഒരു ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനം നടത്താൻ തന്നെയാണ് സർക്കാർ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തിയിരുന്നു. കൂടുതൽ ജനകീയമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് തുടങ്ങാനായിട്ട് പോവുകയാണ്. അതിൽ എല്ലാവരുടെ ഒപ്പം ഉണ്ടാകും എന്നുള്ളത് നേരിട്ടും അല്ലാതെയും ആ അത് ഉറപ്പാക്കിയിട്ടുമുണ്ട്. സാർ, ഒരു കാര്യം, ഒരു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു അനുഭവമുണ്ട് സാർ. സാർ, ഒരു അച്ഛൻ, പ്രായപൂർത്തിയാകാത്തൊരു മകൾ അച്ഛന് അവയവം ദാനം ചെയ്യുന്നതിന് തീരുമാനിച്ചു. ഈ വിഷയം ബന്ധുവായതുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ട, പക്ഷേ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് നമ്മുടെ അടുത്ത് വന്നപ്പോൾ അതിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷേ കോടതിയെ സമീപിച്ചു. കോടതി ആ മകളുടെ അപേക്ഷ കേട്ടിട്ട് അച്ഛൻ അവയവം നൽകാൻ മകളെ അനുവദിച്ചു. ഇപ്പോൾ രണ്ടുപേരും സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള വളരെ സ്നേഹവും ആർദ്രതയൊക്കെ ഉള്ള ഇടപെടലുകളും ബന്ധങ്ങളും ഒക്കെ ഉണ്ട് സാർ. തീർച്ചയായിട്ടും ഇതിൽ ഏതായാലും ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനം ആവശ്യമാണെന്ന് തന്നെ സർക്കാർ കാണും. ശ്രീ അൻവർ സാദത്ത്. സാർ, നമ്മൾ ഈ അവയവദാനം ചെയ്ത് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ബോർഡിൽ വെക്കും, മെഡിക്കൽ കോളേജിൻ്റെ ബോർഡിൽ. ഈ മെഡിക്കൽ കോളേജിൻ്റെ ബോർഡിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമയബന്ധിതമായി അത് പാസ്സാക്കി ഈ രോഗിക്ക് അവയവം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വളരെ സമയബന്ധിതമായി നമുക്ക് തീർപ്പാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ചോദ്യം.
യെസ് മിനിസ്റ്റർ. സർ, ഇതും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ആഴ്ചയിലെയും ഒരു നിശ്ചിത ദിവസം DLACകൾ, അതായത് മെഡിക്കൽ കോളേജുകളിൽ ഈ കമ്മിറ്റി കൂട്ടണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളതും അങ്ങനെ നടപ്പിലായി പോകുന്നുമുണ്ട്. ഇനി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വന്നാൽ അങ്ങനെ കമ്മിറ്റിയുടെ നിശ്ചിത ദിവസം നോക്കിയിരിക്കാൻ പാടില്ല. മണിക്കൂറുകൾക്കകം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ രോഗിക്ക് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അത് ആ രീതിയിൽ തന്നെ നിശ്ചിത ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം കമ്മിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ മറ്റു ട്രാൻസ്പ്ലാന്റുകളോ അത് ആ രീതിയിലാണ് നടക്കുക. ഇതിലൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് സാർ. ഈ സർക്കാരിന്റെ കാലയളവിൽ ഇപ്പം നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഈ കമ്മിറ്റികളിലെല്ലാം പങ്കെടുക്കണം. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഓരോ മെഡിക്കൽ കോളേജിലും പോയി DLACകളിൽ പങ്കെടുക്കണം. അത് പ്രായോഗികമായി സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലേക്ക് അത് മാറ്റി. അപ്പോൾ ആ രീതിയിൽ എല്ലാ ആഴ്ചയും ഏത് കമ്മിറ്റിയിലും പ്രതിനിധികൾക്ക് പങ്കെടുത്ത് ആ തീരുമാനം കൃത്യമായിട്ട് എടുക്കുന്നു ഉറപ്പാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ശ്രീമതി കെ രമ. താങ്ക് യു സർ. സർ, സംസ്ഥാനത്ത് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും ചട്ടങ്ങളെയും പറ്റി നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചു. 2017 ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം 4 ഡോക്ടർമാരാണ് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്നത്. അതിൽ 2 ഡോക്ടർമാർ പുറത്തുനിന്നുള്ളവരും ഒരു ഗവൺമെന്റ് ഡോക്ടറുമായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെയല്ലാതെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാർ സ്ഥിരീകരിച്ച ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്, തെളിവ് സഹിതം. ഇത്തരത്തിൽ വന്ന കേസുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമോ? ഇതുപോലെയുള്ള കേസുകൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? സർ, ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവും അതിന്റെ ചട്ടവും അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ നിന്ന് ഒരു പടി കൂടി കടന്നിട്ടാണ് സംസ്ഥാന സർക്കാർ അതിൽ ആ ആശുപത്രിയിൽ അല്ലാതെ മറ്റു പുറത്തുനിന്ന് ഡോക്ടർ കൂടി ഉണ്ടാകണം എന്നുള്ളത് നിഷ്കർഷിക്കുന്നത്. ഈ പറഞ്ഞ സംഘത്തിൽ പുറത്തുനിന്നുള്ള ഡോക്ടർ ഉണ്ടാകണം, എംപാനൽ ചെയ്ത്, അതായത് കേസോട്ടോ എംപാനൽ ചെയ്തിട്ടുള്ള ഡോക്ടർ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതല്ലാതെ അങ്ങനെയുള്ള കൺഫർമേഷനുകൾ ഉണ്ടായിട്ടുള്ളിടത്ത് അത് കേസോട്ടോ പരിശോധന നടത്തി അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സർ, അത് സ്വീകരിക്കുന്നതുമാണ്. ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, ഈ ട്രാൻസ്പ്ലാന്റുകൾ കൂടുതൽ നടക്കുന്നത് പ്രൈവറ്റ് ആശുപത്രികളിലാണ് നമ്മുടെ കേരളത്തിൽ. പക്ഷേ പലയിടത്തും നമുക്ക് കാണുന്നത്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ നിരക്കുകൾ കാണുമ്പോൾ ഒരു ഏകീകരണമില്ല എന്നൊരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ ഈ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് അവയവം മാറ്റാൻ പറ്റുമോ എന്നുള്ള ടെസ്റ്റുകൾ. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് 5 ലക്ഷം രൂപ വേണം എന്നുള്ള രീതിയിൽ പൊതുജനങ്ങളെ അല്ലെങ്കിൽ ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികളുടെ അടുത്ത് എത്തുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതിനൊരു ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ഇടപെടുമോ? അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് ഈ ഇമ്മ്യൂണോസപ്രസൻസ് അടക്കമുള്ള മരുന്നുകൾ നിരന്തരം കഴിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ, മരുന്ന് മിതമായ വിലയ്ക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? സർ, ഇതിൽ ഈ കേരള നിയമസഭ തന്നെ പാസ്സാക്കിയ രാജ്യത്തെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരള നിയമസഭ പാസ്സാക്കിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം തന്നെ സർ, ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസസ്, അവിടെ ഈടാക്കുന്ന ചാർജുകൾ അവിടെ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മളിന്ന് കാണേണ്ടത് ആ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെതിരെ 2017 തന്നെ കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങിച്ചൊരു സമീപനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സർക്കാർ കാണുന്നത് ഇത് പൊതുജന ആവശ്യാർത്ഥം കൂടി ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം എന്നുള്ള നിലയിൽ തന്നെ ഇത് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഈ ഭാരിച്ച ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഈ പരിശോധനകളുടെയൊക്കെ സാഹചര്യത്തിൽ ആ രീതിയിലേക്ക് അത് കഴിയുമോ എന്നുള്ളതും നിയമപ്രകാരം അത് പ്രദർശിപ്പിക്കണം സാർ. അത് ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ തീർച്ചയായിട്ടും നിയമപ്രകാരം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ സബ്സിഡൈസ്ഡ് ആയിട്ട് മരുന്നുകൾ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ, ഭൂരിപക്ഷ ജില്ലാ പഞ്ചായത്തുകളും ആ രീതിയിലുള്ള ഒരു അവരുടെ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി തന്നെ പണം വകയിരുത്തിക്കൊണ്ട് അത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ സബ്സിഡി, ഇപ്പോൾ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സീറോ പ്രോഫിറ്റ് സ്റ്റോറുകൾ തുടങ്ങുന്നതിന് ഈ ജൂലൈ മാസത്തിൽ നമ്മൾ തുടങ്ങും. ഈ സബ്സിഡൈസ്ഡ് റേറ്റിൽ ഈ മരുന്നുകൾ കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. സർ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് വരെ ആരംഭിച്ചിട്ടില്ല സർ. MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ മോർച്ചറി നവീകരിക്കുന്നതിന് വേണ്ടി ഞാൻ നൽകിയിട്ടുണ്ട്. അപേക്ഷയ്ക്കിട്ട് അടിയന്തരമായി രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താൻ അനുമതി നൽകുമോ എന്നാണ് സാർ എൻ്റെ ചോദ്യം. സാർ, ഇത് സർക്കാരിന്റെ പ്രത്യേകമായ ഒരു അനുമതി ആവശ്യമില്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഒരു ആവശ്യമാണ്. ഇപ്പൊ പലയിടത്തും നമ്മൾ കാണുന്നത് 4 മണി കഴിഞ്ഞാൽ
ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 4 മണി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്തില്ല. അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇനി അങ്ങനെ ആവാൻ പാടില്ല സാർ. അങ്ങനെയാണ് സർക്കാർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് രാത്രി കാലത്തും പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ആവശ്യമാണ് അത് എന്ന് അവർ ഇങ്ങോട്ട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് ഏതാണ്ട് പൂർത്തിയാവുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലും രാത്രികാല പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രത്യേക നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല, അതവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം. ചോദ്യം നമ്പർ 153 ശ്രീ KJ മാക്സി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എയും ബിയും സിയും 2011 തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവുകൾ ലഭിക്കുന്ന വിധമുള്ള ഭേദഗതി വിജ്ഞാപനം 18/1/2019 കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതുപ്രകാരം ലഭ്യമാകുന്ന ഇളവുകൾ സംസ്ഥാനത്തിന് പൂർണ്ണമായും ഉപകാരപ്പെടും വിധം പഠിച്ച് ശുപാർശകൾ സമർപ്പിക്കാൻ പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി ചെയർമാനായി ഒരു 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. തുടർന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് കേന്ദ്ര സർക്കാരുമായി വിശദമായ ചർച്ചകൾക്ക് ശേഷം തീരദേശവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കരട് തീരദേശ പരിപാലന പ്ലാൻ തയ്യാറാക്കി. ഇതിന്റെ ഭാഗമായി 10 തീരദേശ ജില്ലകളിലും 2023 മാർച്ച് ജൂൺ കാലഘട്ടത്തിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി. ഏകദേശം 33,000 അഭിപ്രായങ്ങളും പരാതികളുമാണ് ലഭിച്ചത്. ഇവ ക്രോഡീകരിച്ച് കരട് പ്ലാനിൽ മാറ്റം വരുത്തുന്നതിനായി ചെന്നൈയിലെ നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിന് NCSCM 7/2/2024 അംഗീകാരത്തിനായി കൈമാറിയിട്ടുണ്ട്. കരട് തീരദേശ പരിപാലന പ്ലാൻ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അംഗീകരിക്കുന്ന മുറക്ക് ചുവടെ ചേർക്കും വിധമുള്ള പുതിയ ഇളവുകൾ സംസ്ഥാനത്ത് ലഭ്യമാകും. 66 തീരദേശ ഗ്രാമപഞ്ചായത്തുകളെ CRZ 3rd ഗണത്തിൽ നിന്നും കൂടുതൽ ഇളവുകൾ ലഭ്യമായ CRZ 2nd മാറ്റപ്പെടും. 2 പൊക്കാളി പാടങ്ങളെയും അതിന്റെ അനുബന്ധ പ്രദേശങ്ങളെയും CRZ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കും. 3 സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് 1000 ചതുരശ്ര മീറ്റർ കൂടുതൽ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടുകളുടെ ചുറ്റുമുണ്ടായിരുന്ന ബഫർ സോൺ പൂർണ്ണമായും ഒഴിവാക്കും. 4 തീരദേശ പരിപാലന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഉൾനാടൻ ജലാശയങ്ങളുടെ നിർമ്മാണ നിരോധിത മേഖല 100 മീറ്ററിൽ നിന്നും 50 മീറ്ററായി കുറയും. സർ, ഡി, തീരദേശത്തെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി നിലവിലെ CRZ വ്യവസ്ഥകൾക്ക് വിധേയമായി നൽകി വരുന്നുണ്ട്. പുതിയ പരിപാലന പ്ലാൻ നടപ്പാകുന്ന മുറക്ക് 300 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്കുള്ള അനുമതി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാനാകും. ശ്രീ KJ മാക്സി. സർ, തീരദേശ പരിപാലന നിയമം കെട്ടിട നിർമ്മാണം, ടൂറിസം മേഖലകളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ? വ്യക്തമാക്കാമോ? സർ, തീരദേശ പരിപാലന നിയമ പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വലിയ പ്രയാസങ്ങൾ സാധാരണഗതിയിലുണ്ട്. ഇത് അനുവദിച്ച് കിട്ടുന്ന മുറക്ക് ആ പ്രദേശങ്ങളിൽ നല്ല ഇളവ് നൽകാനാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സർക്കാരിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലുള്ള കണ്ടൽക്കാടുകൾക്ക് ചുറ്റുമുള്ള ബഫർ ഏരിയയ്ക്ക് ഇളവ് അനുവദിക്കുന്നത് വ്യവസ്ഥയുണ്ടോ? നിലവിൽ ബഫർ വിസ്തൃതിയിൽ കുറവുണ്ടാക്കുമോ? വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, അത് ചോദ്യത്തിൽ ഒരു ഭാഗം ഉത്തരത്തിൽ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ 2019 വിജ്ഞാപന പ്രകാരം 1000 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തീർണമുള്ള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കണ്ടൽക്കാടുകൾക്ക് 50 മീറ്റർ ബഫർ ഡിമാർക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2019 തീരദേശ പരിപാലന പ്ലാനിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള കണ്ടൽക്കാടുകൾക്ക് ബഫർ ഏരിയ നീക്കം ചെയ്യുന്നതിനാവശ്യമായ മാറ്റങ്ങൾ കരട് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉത്തരത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു. പുതിയ പ്ലാനിൽ നിലവിൽ വരുന്നതോടെ കണ്ടൽക്കാടുകളുടെ ബഫർ വിസ്തൃതി 4300 ഹെക്ടറിൽ നിന്നും 2500 ഹെക്ടറായി കുറയും. ശ്രീ PP ചിത്തരഞ്ജൻ. സർ, ഈ കണ്ടൽക്കാടുകളുടെ വിസ്തൃതി
ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ മാത്രമാണോ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് അറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, അത് മാത്രമല്ല, ഇവിടെ റവന്യൂ വനം വകുപ്പുകൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഗ്രൗണ്ട് ട്രൂത്തിങ് ഇവയെല്ലാം നടത്തിയാണ് ഈ വിസ്തൃതി നിശ്ചയിച്ചിട്ടുള്ളത്. ശ്രീ എം മുകേഷ്. സർ, തീരദേശ പരിപാലന അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇതിൽ ഈ ഇളവുകൾ കിട്ടുന്ന മുറക്ക് നമുക്ക് ആ കാര്യങ്ങളിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കാനാവും. അതിവേഗതയിൽ തന്നെ ആ നടപടി സ്വീകരിക്കുന്നതാണ്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, എൻ്റെ മണ്ഡലത്തിൽ വെസ്റ്റ് ഹിൽ കടപ്പുറത്ത് 2014 അന്നത്തെ ഗവൺമെൻറ് ഹൗസിംഗ് ബോർഡ് മുഖേന 30 മീറ്ററിനുള്ളിൽ ഹൈറ്റൈഡിൽ നിന്ന് 30 മീറ്ററിനുള്ളിൽ 85 വീടുകൾ 41 കുടിലുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. 50 മീറ്ററിനുള്ളിൽ 65 വീടും 41 കുടിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആകെ 293 പേരാണ് ഈ പുറമ്പോക്കിൽ താമസിക്കുന്നത്. അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്ത വീടായതുകൊണ്ട് അതിന് പട്ടയം കിട്ടുന്നില്ല. പിന്നെ ടാക്സ് ആണെങ്കിൽ UAC ആയതുകൊണ്ട് 3 ഇരട്ടി ടാക്സ് അവർക്ക് അടയ്ക്കണം. അത് വല്ലാത്തൊരു പ്രയാസമായി തീർന്നിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വല്ല നടപടികളും സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. അതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടാകും. ഏതായാലും നിയമവിധേയമായി അനുമതി നൽകാൻ കഴിയുന്ന കാര്യങ്ങളിൽ അതിവേഗതയിൽ തന്നെ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ വി ജോയ്. സർ, ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ കൂടുതലും കടലിനോടും കായലിനോടും ചേർന്നാണ് വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായി അവിടെ വരുന്ന റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ ഒക്കെയുടെ നിർമ്മാണം CRZ ഇന്നത്തെ സാഹചര്യം വെച്ച് നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ ചിലതെല്ലാം നടന്നുപോയി. അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും അതിന് സംവിധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഈ CRZ 3-ൽ നിന്ന് 2-ലേക്ക് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 66 ഗ്രാമപഞ്ചായത്തുകളെയാണ് പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതൽ ഇനി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? സർ, നമ്മൾ 175 ഗ്രാമപഞ്ചായത്തുകളെ CRZ 3-ൽ നിന്ന് 2ലേക്ക് മാറ്റണമെന്നാണ് വിദഗ്ധ സമിതിയും സർക്കാരും ശുപാർശ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത് 66 ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമാണ്. ഇതിൻ്റെ കാര്യത്തിൽ അനുമതി കിട്ടുന്ന മുറക്ക് മറ്റ് കാര്യങ്ങൾ നമുക്ക് തുടർ പ്രവർത്തനങ്ങളായിട്ട് ഏറ്റെടുക്കാം. ബാക്കി വരുന്ന പഞ്ചായത്തുകളുടെ കാര്യവും കൂടി തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് നല്ല ശ്രമം നമുക്ക് നടത്താവുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത്. ടൂറിസത്തെയൊക്കെ അത് കുറച്ച് ബാധിക്കുന്ന നിലയുണ്ട്. ഏതായാലും ഈ 66 പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഈ നല്ല ഇളവ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ശ്രീ എം വിൻസെന്റ്. 2019 ജനുവരിയിൽ വന്ന രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻ സമർപ്പിക്കാൻ കഴിഞ്ഞത് 2024-ലാണ്. അപ്പോൾ അതിന്റെ ആനുകൂല്യങ്ങൾ എത്രയും വൈകി. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ ഇതുവരെയ്ക്കും തയ്യാറാക്കിയിട്ടില്ല. 50 മീറ്റർ എന്നുള്ളത് 20 മീറ്ററായി കുറയ്ക്കുന്നതാണ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാനിലുള്ള ആനുകൂല്യം. പക്ഷേ ഇതുവരെയ്ക്കും അത് തയ്യാറാക്കാത്തത് കൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ സെക്കൻഡ് നോട്ടിഫിക്കേഷനൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇനിയും അത് വൈകാതെ ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ സമർപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട CM. സാർ, ഇവിടെ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. ആ പഠനം നടന്നതിൻ്റെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ചെന്നൈയിലെ ഏജൻസി ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിന് അധികാരപ്പെടുത്തുന്നത്. അതൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അനുമതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ കഴിയൂ. ആ കാലതാമസമാണ് വന്നത്. ഐലൻഡ് പ്രശ്നം പ്രത്യേകമായിട്ട് തന്നെ പരിശോധിച്ച് വേണ്ട നടപടി എടുക്കുന്നതാണ്. ചോദ്യം നമ്പർ 154 ശ്രീ കെ ആൻസ്ലാൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എറണാകുളത്തെ 2 ആശുപത്രികൾക്ക് അന്താരാഷ്ട്ര അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുള്ള മലപ്പുറം സ്വദേശിയുടെ പരാതിയും തിരുവനന്തപുരത്ത് അനധികൃത അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നു എന്നാരോപിച്ചുള്ള പരാതിയും ലഭിച്ചിട്ടുണ്ട്. ആദ്യ പരാതി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 544/2024 നമ്പർ ക്രൈം കേസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അന്വേഷിച്ചു വരുന്നു. രണ്ടാമത്തെ പരാതിയിൽ തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പ്രാഥമിക അന്വേഷണം നടത്തി വരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 544/2024 നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സാബിത്ത് നാസർ, സജിത് ശ്യാം, ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റാക്കറ്റിൻ്റെ സൂത്രധാരനായ മധു ജയകുമാർ എന്നയാൾക്ക് എതിരെ
ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് ഇന്റർപോൾ മുഖേന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 13 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടന്നുവരുന്നു. ശ്രീ കെ ആൻസ്ലാൻ. സർ, അവയവ കടത്തുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം ഊർജിതപ്പെടുത്തുന്നതിന് പോലീസ് കൈക്കൊണ്ട നടപടികൾ വിശദീകരിക്കാമോ? സർ, ഇക്കാര്യത്തിൽ നല്ല രീതിയിലുള്ള നടപടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാം പ്രതിയായ ജയകുമാറിൻ്റെ 18/2/2021 മുതൽ 20/5/2024 വരെയുള്ള വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. 2015 മുതൽ 24 വരെ മറ്റൊരു അക്കൗണ്ടിലും സമാനമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. രണ്ടാം പ്രതിയായ സാബിത്ത് നാസർ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഇവർ തമ്മിലുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കാശ്മീരിലെയും പഞ്ചാബിലെയും അവയവ സ്വീകർത്താക്കൾക്ക് വേണ്ടി തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം ഇത്രയും സംസ്ഥാനങ്ങളിലെ നിർധനരായ ആളുകളെ കണ്ടെത്തി അവയവ കച്ചവടം നിയമവിധേയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വൻതുക വാഗ്ദാനം ചെയ്ത് വിദേശ രാജ്യങ്ങളിലടക്കം കടത്തിക്കൊണ്ടുപോയതായ വിവരങ്ങളുണ്ട്. ഇത്തരത്തിലൊരു ആന്ധ്രാപ്രദേശ് സ്വദേശിക്ക് അവയവ കച്ചവടവുമായി ബന്ധം കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനായി അന്വേഷണ സംഘത്തെ 18/6/2024 ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഹൈദരാബാദിലേക്ക് അയച്ചിട്ടുമുണ്ട്. സർ, നിയമവിധേയമല്ലാതെ സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലുകൾ വിശദമാക്കാമോ? സർ, ഇതിൽ നിയമപ്രകാരമല്ലാത്ത അവയവദാനം അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് ADGPയെ ചുമതലപ്പെടുത്തിയിരുന്നു. അതിൽ വിവിധ പ്രദേശങ്ങളിലെ അവയവദാതാക്കളുണ്ട്, സ്വീകർത്താക്കളുണ്ട്, ആശുപത്രികളുണ്ട്. ഇവരിൽ നിന്നെല്ലാമുള്ള വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ അനുമതിയില്ലാതെ അവയവ കൈമാറ്റം നടന്നതായ വിവരങ്ങളൊന്നും വെളിവായിട്ടില്ല. ശ്രീ AC മൊയ്തീൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ PT റഹീം. സർ, രാജ്യാന്തര ബന്ധമുള്ള അവയവ റാക്കറ്റിൻ്റെ കണ്ണുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ? ഇവയുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാം. ബഹുമാനപ്പെട്ട CM. സർ, അതാണ് ഈ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗത്ത് വ്യക്തമാക്കിയത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ദാതാക്കളായി നിരവധി പേർ വിദേശത്ത് പോയതായി അറിവായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തു നിന്നും പാലക്കാട് സ്വദേശി ഷമീർ എന്നയാൾ ഇറാനിൽ പോയി കിഡ്നി നൽകിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതികളായി കണ്ടെത്തിയ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഈ മധു ജയകുമാറിൻ്റെ കാര്യം. ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അവയവ റാക്കറ്റുകളുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കുറ്റക്കാർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് തുടങ്ങിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കർശന നടപടി സ്വീകരിച്ചു വരികയാണ്. ശ്രീ PV അൻവർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കാനത്തിൽ ജമീല. രോഗികൾക്ക് ആശ്വാസമാകും വിധം നിയമവിധേയമായിട്ടുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. ബഹുമാനപ്പെട്ട സർ, അതാണ് നേരത്തെ ചോദ്യോത്തര സമയത്ത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വിശദമായി പ്രതിപാദിച്ചത്. ഞാനത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തെ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. സർ, ഇതിന് 2 വശമുണ്ട്. ആ 2 വശവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ നമുക്ക് സ്വീകരിച്ചു പോകാൻ കഴിയൂ. അതേസമയം തെറ്റായൊരു കാര്യവും അംഗീകരിക്കാനും പറ്റില്ല. ശ്രീ KN ഉണ്ണികൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, നേരത്തെ ഇവിടെ ഈ കേസ് ഓട്ടോയുടെ കാര്യമെല്ലാം തന്നെ സൂചിപ്പിക്കേണ്ടായി. സർ, അവയവദാനത്തിൽ ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് കേസ് ഓട്ടോയ്ക്ക് ഉള്ളത്. സർ, ആ കേസ് ഓട്ടോയുടെ ഭാഗമായിട്ട് ബോധവൽക്കരണ പരിപാടികളെക്കുറിച്ചുള്ള ഒരു ആലോചന നടത്താൻ നമുക്ക് സാധിക്കുമോ സർ? സർ, അതും നേരത്തെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി. ഈ നല്ല ബോധവൽക്കരണ നടപടികൾ തുറന്നു പോകേണ്ടതാണ്. നേരത്തെ
ബഹുമാനപ്പെട്ട അംഗം കെ ടി ജലീൽ ആ പ്രശ്നം ഉന്നയിക്കുന്നതായിട്ട് കേട്ടു. അതിൻ്റെ മറുപടി വിശദമായി തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വിശദമായ ബോധവൽക്കരണ നടപടികൾ നമുക്ക് നടത്താവുന്നതാണ്. ഓർഡർ ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുന്നു.